ചിലപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം നിർബന്ധത്തിന് വഴങ്ങി ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്, മറ്റുള്ളവർ നമ്മളെ നിർബന്ധിച്ച് ചെയ്യുന്ന കാര്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ 2 വാക്കുകൾ അറിയണം. കാരണം അത് രണ്ടും വ്യത്യാസമാണ്. ഒരാൾ നമ്മൾ തന്നെ അത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് നമ്മൾ തന്നെ സ്വയം തീരുമാനിച്ച് ചെയ്യുന്നതും, മറ്റൊരാൾ നമ്മളെ കൊണ്ട് നിങ്ങളത് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നതും തമ്മിൽ 2 വാക്കുകളാണ്. അതിനാണ് ഒന്ന് മസ്റ്റ്, ഒന്ന് ഹാവ് ടു. ഇത് രണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മസ്റ്റും ഹാവ് ടു. ഇതിനകത്ത് ഹാഡ് ടുവും ഉണ്ട്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം ഇപ്പം നിങ്ങൾക്കറിയാം. മസ്റ്റ് എന്ന് പറയുന്നത് നിർബന്ധമാണെന്നറിയാം. അപ്പോൾ ഹാവ് ടു എന്താണ്? അതും കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതും നിർബന്ധമാണ് എന്നുള്ളത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം അത്രയ്ക്കധികം പ്രധാനപ്പെട്ടതാണ്. നിങ്ങളൊക്കെ അറിയാതെയാണെങ്കിലും തെറ്റിച്ചു പോകുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് ചെയ്യാതെ പറ്റത്തില്ല, അതൊരു നിർബന്ധമാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മസ്റ്റ്. മസ്റ്റ് എന്താണ്? ഒരു ഓക്സിലറി ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മസ്റ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ വേർബ് ബേസ് ഫോമിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ സബ്ജക്റ്റ് മസ്റ്റ്, വേർബ് ബേസ് ഫോം. അത് നമുക്കറിയാം. കാരണം മസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓക്സിലറി ആണ്. ക്ലിയർ? അപ്പൊ നമ്മൾ മസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞത് നമ്മളെ മറ്റൊരാൾ ഒരു നിയമമല്ല. മസ്റ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതൊരു നിയമമല്ല. പക്ഷെ ഒരുപക്ഷെ നമ്മളുടെ ഇഷ്ടത്തിനായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ ഒരാൾ നമ്മളോട് പറയാണ് നീ അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മസ്റ്റ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സെന്റൻസ് നോക്കുമ്പോൾ മനസ്സിലാകും. യു മസ്റ്റ് വെയർ ഹെൽമെറ്റ്. നീ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ധരിക്കണം. അതെന്തിനാണ് ഇവിടെ നമ്മൾ മസ്റ്റ് ഉപയോഗിച്ചത്? ഇത് അങ്ങനെ ഒരു നിയമമില്ലേ? അതല്ല. മസ്റ്റ് നമ്മളോട് വീട്ടിൽ നിന്ന് ഒരാൾ പറയാണ് യു മസ്റ്റ് വെയർ. കാരണം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെ ആയിരിക്കാം നമ്മൾ പേരൻസ് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ നമ്മൾ ഹാവ് ടു അല്ല, മസ്റ്റാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ നമ്മൾ പറയും സ്റ്റുഡൻസ് മസ്റ്റ് ഒബേ ദ റൂൾസ്. വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ട് നിയമങ്ങൾ പാലിച്ചേ പറ്റത്തുള്ളൂ, അല്ലെ? അത് എന്താ പറയാ, ഒരു നിർബന്ധമാണ്. അതൊരു നിർബന്ധമാണ്. നമുക്കത് പറ്റത്തില്ല. അത് ആ ഒരു കാര്യങ്ങളൊക്കെ ഒരു നിർബന്ധം പിടിച്ചൊരു കാര്യമാണ്. ചിലപ്പോൾ അതൊക്കെ ഒരു നിയമങ്ങളായിരിക്കാം. ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിച്ചത്. യു മസ്റ്റ് റീച്ച് ബിഫോർ 10 AM. നമ്മളോട് നമ്മുടെ പാരൻസ് ഒരുപക്ഷെ പറഞ്ഞ് വിടുന്നതായിരിക്കാം. 10 AM മുമ്പായിട്ട് നീ എത്തണം. യു മസ്റ്റ് റീച്ച് ബിഫോർ 10 AM. മനസ്സിലായല്ലോ? മസ്റ്റിന്റെ ഒരു ഉപയോഗം എന്ന് നമ്മൾ പറഞ്ഞത് സ്ട്രോങ് ഒബ്ലിഗേഷൻ അല്ലെങ്കിൽ റൂൾ, നിർബന്ധമായും നമ്മൾ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു നിയമം. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത്. യെസ്. പിന്നെ നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരാൾ നമ്മളെ എന്താ പറയാ ഉപദേശിക്കുകയാണ്, ശക്തമായിട്ട് ഉപദേശിക്കുകയാണ്. അങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെ തന്നെ നീ അത് ചെയ്യണം, അതിന് മാറ്റമില്ല, അതിനൊരു എക്സ്ക്യൂസും ഇല്ല. അങ്ങനെ നമ്മളെ മറ്റൊരാൾ ഉപദേശിക്കുകയാണ് എങ്കിൽ നമ്മൾ അതിനെ ഉപയോഗിക്കേണ്ടത് മസ്റ്റ് ആണ്. യു മസ്റ്റ് സീ എ ഡോക്ടർ. നീ ഡോക്ടറെ കണ്ടേ മതിയാവത്തുള്ളൂ. അത് ഉപദേശിക്കുകയാണ്. യു മസ്റ്റ് സീ എ ഡോക്ടർ. ഡോക്ടറെ കണ്ടേ പറ്റത്തുള്ളൂ, കാരണം അത്രയും പനിയാണ്, അങ്ങനെയാണ്. അപ്പൊ നീ അതിനൊരു എക്സ്ക്യൂസും ഇല്ല. അതുകൊണ്ട് മസ്റ്റ് ഗോ, നിർബന്ധമായിട്ടും നീ പോകണം. അതായത് നിർബന്ധമായിട്ടും നമ്മളെ ഒരാൾ സ്ട്രോങ് ആയിട്ട് നമ്മൾ ഉപദേശിക്കുന്നതിനാണ്. യു മസ്റ്റ് സ്റ്റഡി ഡെയിലി. എല്ലാ ദിവസവും നീ പഠിക്കണം. അത് നമ്മളെ ഒരാൾ നിർബന്ധിക്കുകയാണ്, അല്ലെ? അപ്പൊ ആ ഒരു ഉപദേശത്തിനും നമ്മൾ മസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് നമ്മൾ പറഞ്ഞു സ്ട്രോങ് ഒബ്ലിഗേഷൻ ആണ്, അല്ലെങ്കിൽ നിയമ റൂളൊക്കെയാണ് എങ്കിൽ. രണ്ടാമത് സ്ട്രോങ് ആയിട്ട് നമ്മളെ ഒരാൾ ഉപദേശിക്കുകയാണ് എങ്കിൽ നമ്മൾ മസ്റ്റ് ആണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ ഈ 2 സെക്ഷനിൽ നിങ്ങളുടെ മനസ്സിൽ വന്ന 2 സെന്റൻസ് പെട്ടെന്ന് നമ്മുടെ കമന്റ് ബോക്സിൽ ചെയ്യുക. ഇതോ ഇനി നമ്മൾ മസ്റ്റ് ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തിൽ ഒരു ഉറപ്പുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. പക്ഷെ അത് നമുക്ക് നല്ലൊരു ഉറപ്പുണ്ട്, ശക്തമായും തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കണം, അങ്ങനെയൊക്കെ ആയിരിക്കും, അത് നമുക്കൊരു ഉറപ്പാണ്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നത് സബ്ജക്റ്റ് ഉപയോഗിക്കുക. ഒന്നെങ്കിൽ മസ്റ്റ് ബി അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് ഉപയോഗിക്കുക.
ഒന്നെങ്കിൽ മസ്റ്റ് ബി, മസ്റ്റ് ഹാവ്. ഈ ബി ഹാവിൻ്റെ ഒക്കെ ഉപയോഗം നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ നേരത്തെ എടുത്തതിൻ്റെ ലിങ്കുകളൊക്കെ ഇവിടെ ഇങ്ങനെയൊക്കെ വരും. നിങ്ങൾ അതെല്ലാം ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഒരു കാര്യം തീർച്ചയായിട്ടും അങ്ങനെ ആയിരിക്കും. ഹി മസ്റ്റ് ബി ടയേർഡ്. അവന് ക്ഷീണിച്ചിട്ടുണ്ടാവും, തീർച്ചയായിട്ടും അവൻ ക്ഷീണിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം അവന് വല്ലാതെ യാത്ര ചെയ്തും അങ്ങനെയൊക്കെ വന്നതാണ്. അതുകൊണ്ട് നമുക്കറിയാം ഹി മസ്റ്റ് ബി ടയേർഡ്. അവൻ ക്ഷീണിതനായിരിക്കും, നല്ല ക്ഷീണിതനാണ്, കാരണം യാത്ര ചെയ്ത് വന്നതാണ്, നമുക്ക് ഉറപ്പുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പറയാണ് ഹി മസ്റ്റ് ബി ടയേർഡ്. ഇനി ഒരു സെന്റൻസ് നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഷി മസ്റ്റ് ബി അറ്റ് ഹോം. അവള് വീട്ടിലായിരിക്കും. ഇപ്പോഴത്തെ ഈ സമയത്ത് അവള് ഓഫീസിലൊന്നും പോകാൻ വഴിയൊന്നുമില്ല. നിർബന്ധം അവൾ ഓഫീസിൽ ആകണം, ആയിരിക്കും, അങ്ങനെ ആവാനാണ് സാധ്യത, എനിക്ക് ഉറപ്പാണ്. അപ്പൊ നമ്മൾ പറയുന്നത് ഹി മസ്റ്റ് ബി അറ്റ് ഹോം. ദേ മസ്റ്റ് ഹാവ് റീച്ച്ഡ്. ഹാവ് ആയതുകൊണ്ട് വേർബ് തേർഡ് എത്തി. മസ്റ്റ് ഹാവ് റീച്ച്ഡ്. അവൻ എത്തിയിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അവിടെ നമ്മൾ ഉപയോഗിച്ചത് മസ്റ്റ് ബി ആണ്. മസ്റ്റിന്റെ അർത്ഥം ചെയ്യണം എന്നാണെന്ന് കരുതിയിട്ട് അവിടെ ഷുഡ് നിങ്ങൾ ഉപയോഗിക്കരുത്. നിർബന്ധമായും എന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. നിർബന്ധമായും അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയാൻ നമ്മൾ മസ്റ്റ് ആണ് ഉപയോഗിച്ചത്. അപ്പോൾ പിന്നെ നമ്മൾ ഒരു കാര്യത്തിൽ നല്ലൊരു ഉറപ്പുണ്ട് എന്ന് പറയാൻ നമ്മൾ ഉപയോഗിച്ചത് അവിടെ എന്താണ്? മസ്റ്റ് ബി അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് ആണ് നമ്മൾ ഉപയോഗിച്ചത്. ഇനി നിങ്ങൾ അന്നേരം ഓർക്കും, അങ്ങനെയാണെങ്കിൽ ഒരാൾ ഹാവ് ടു എവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്? ആ ഹാവ് ടു ഗോ ദർ. ഞാൻ ഹാവ് ടുവിന്റെ ക്ലാസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എടുത്ത് തന്നതാണ്. അതിന്റെ ലിങ്ക് ഒന്നും കൂടെ ഞാൻ പെട്ടെന്ന് ക്ലിക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് കേട്ടിട്ട് ബാക്കി കേൾക്കണം കേട്ടോ. അപ്പോൾ ഈ ഹാവ് ടു എന്ന് പറയുന്നത് നിർബന്ധമാണ്. ഞാൻ പറഞ്ഞു മസ്റ്റ് എന്ന് പറയുന്നത് നിർബന്ധമാണ്. ഹാവ് ടു എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഓഫീസിലോ സ്കൂളിലോ ബാങ്കിലോ ഒക്കെ ആണെങ്കിൽ നമ്മളെ ഒരാൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കില്ലേ? നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇപ്പോൾ നമ്മളോട് ഓഫീസിൽ നിന്ന് പറയും ഞായറാഴ്ചയും ജോലിക്ക് വരണേ എന്ന് പറയും. ആക്ച്വലി നമുക്ക് സൺഡേ ജോലി ഇല്ലാത്തതാണ്, പക്ഷെ അവർ പറയാണ് സൺഡേ വരണം, അവരുടെ ജോലിയെല്ലാം ഇങ്ങനെ കിടക്കുകയാണ്, വന്നേ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഹാവ് ടു ആണ്. നമ്മൾ വേറൊരാളോട് പറയണം അവർ നിർബന്ധിച്ചിട്ടാണ് നമ്മൾ പോണത്, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റത്തുള്ളൂ. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഹാവ് ടു ആണ്. പുറത്തുനിന്നുള്ളൊരു നിർബന്ധപ്രകാരം നമ്മൾ ചെയ്യുന്നതാണ് ഹാവ് ടു. അപ്പോൾ ഈ ഹാവ് ടുവിൻ്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് അടുത്ത ദിവസം എടുത്തു തരാം കേട്ടോ. മസ്റ്റും ഹാവ് ടുവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഹാവ് ടുവിൻ്റെ ഒരു ലിങ്ക് തന്നായിരുന്നു, നിങ്ങളതൊന്ന് കേട്ടുകൂടെ പഠിക്കുക കേട്ടോ. അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇനി ഈ മസ്റ്റിനൊരു പാസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കും. മസ്റ്റഡ് എന്നുണ്ടോ? ഇല്ല. മസ്റ്റഡ് എൻ്റെ ഒരു ക്ലാസ്സിൽ ഒരാൾ ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞാണ് മസ്റ്റഡ്. അങ്ങനെയുണ്ടോ? ഇവിടെ നമുക്ക് പാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഹാഡ് ടു. അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് ഹാവ് ടുവിൻ്റെ ലിങ്ക് തന്നില്ലേ, അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഹാവ് ടു, ഹാഡ് ടു എല്ലാ കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ മസ്റ്റിനെയും കൂടെ നിങ്ങൾ അതിനകത്തോട്ട് ഉൾപ്പെടുത്തി ഒന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല ഈസി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ 3 കാര്യങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മറന്നുപോയോ? ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം മുതലേ ഒന്നുകൂടെ കേട്ടിട്ട് ആ 3 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പെട്ടെന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക എന്ന് വിചാരിക്കുകയാണ്. ഞാൻ എന്നും പറയുന്നത് പോലെ കുറേ ഗ്രാമർ കേട്ടാൽ ഒരിക്കലും നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഈ കേട്ട കാര്യങ്ങളെ നിങ്ങളുടെ എന്താ പറയുക സെൻറ്റൻസുകളിലൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ സംസാരിച്ച് പഠിക്കണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.